ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പ് പരമ്പരയുടെ നാളത്തെ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ അലീനയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അതെ, നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ ബബിത ഒരു വല്ലാത്തൊരു ടെൻഷനിലൊക്കെയാണ്. വീട്ടിലാണെങ്കിലും അലീന പോയത് പിന്നെ ബബിതയ്ക്കാണെങ്കിലും കൃഷ്ണമോക്കാണെങ്കിലും രോഹിത്തിനാണെങ്കിലും ഒരു വല്ലാത്ത ഒരു മൂകത തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സാധാ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അലീന ചേച്ചി ചായയൊക്കെ എടുത്തു വെച്ച് കുറച്ച് നേരം എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ആ ഒരു സന്തോഷം ഒക്കെ അവരിൽ നിന്ന് പോയി. അവർക്കതൊരു ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ബബിതയ്ക്ക് എന്തോ മെന്റലി ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ പോലെയൊക്കെ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ബബിതയുടെ ഒരു ലൈൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മുടിയൻ ആൽബിനോ അങ്ങനെ എന്തോ ആണ് പേരെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് അറിയില്ല, ചില തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം അയാളെ വിളിക്കുകയാണ്. എന്നിട്ട് ഇത്രയും നാള് ഞാൻ മെസ്സേജ് അയച്ചു, അതയച്ചു, ഇതയച്ചു എന്നൊക്കെ പറയണം. അതുപോലെ തിരിച്ചു അവന് വലിയ ഒരു താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിൽ തന്നെ പുള്ളി സംസാരിക്കണം. അപ്പൊ അതും കൂടെ ആയപ്പോ ബബിതയ്ക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ആയിരുന്നു. ഈ സമയം നമ്മുടെ കൃഷ്ണമോള് ബബിതയുടെ അടുക്കലോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്താ ബബിതേച്ചി മുഖമൊക്കെ വല്ലാണ്ടിരിക്കണം, എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടേ, എന്തോ വല്ലാത്തൊരു ടെൻഷൻ. ഏയ് എന്തോ ഉണ്ട്, ബബിതേച്ചിയുടെ മുഖം കണ്ടറിയാം പണ്ടുണ്ടായിരുന്ന ആ ഒരു ടെൻഷനൊക്കെ. ഇത്രയും നാൾ ഈ ഇടയിലൊന്നും ഞാൻ ഈ മുഖം കണ്ടിട്ടില്ല. എനിക്കറിയില്ല, എല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കണോ കൃഷ്ണമോളെ. എനിക്ക് എന്തോ പോലെ. അലീന ചേച്ചി പോയത് പിന്നെ അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം തന്നെയായിരുന്നു അല്ലേ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, ശരിയാ, അലീന ചേച്ചി ഉള്ളപ്പോൾ നമ്മൾ സ്കൂളും കോളേജൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ചായയൊക്കെ എടുത്തു വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഥവാ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അതപ്പം തന്നെ അലീന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ അലീന ചേച്ചി അതിനൊരു സൊല്യൂഷനും കണ്ടെത്തി തരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി വരേന് എന്താടി ഇവിടെ രണ്ടെണ്ണത്തിന് എപ്പം നോക്കിയാലും ഒരു സംസാരം പിറുപിറുക്കലും, ഇതിനു മാത്രം സംസാരിക്കാൻ എന്താ? അപ്പോഴേക്കും ബബിത പറഞ്ഞു, അമ്മേ ഇച്ചിരി നേരം ഒന്ന് സമാധാനമായിട്ടിരുന്നോട്ടെ. ഓ, ഞാനാണല്ലോ നിനക്ക് സമാധാനം തരാത്ത ആള്, ബാക്കി എല്ലാരും സമാധാനം തരുമായിരിക്കും. നിന്റെ മറ്റവളുണ്ടല്ലോ അലീന, ആ ഒരു മാലാഖ, അവളാണല്ലോ നിന്റെയൊക്കെ ഗുരു. അപ്പോഴേക്കും കൃഷ്ണമ്മള് പറഞ്ഞു, അമ്മയ്ക്ക് ഈ നാവെടുത്ത അലീന ചേച്ചിയുടെ കുറ്റം പറയാനായിട്ട് മാത്രമായിട്ടാണ് അമ്മ ഈ നാവ് തുറക്കണത്. അമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. ഓടി, നിനക്കൊക്കെ എന്നെയാണല്ലോ കണ്ടുകൂടാത്ത. നിന്നെയൊക്കെ 10 മാസം വയറ്റിലിട്ട് പ്രസവിച്ച് വളർത്തി ഇത്രയാക്കാന്നറിയെങ്കിൽ ഇന്നലെ വന്ന എവിടെയോ കിടന്ന ഒരുമ്പെട്ടവള് പറയണ വേദവാക്യങ്ങളൊക്കെ ആണല്ലോടി നിനക്കൊക്കെ വലുത്. ഞാൻ നിനക്കൊക്കെ ആരുമല്ല, എനിക്കറിയാം. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അമ്മ എന്ത് കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അമ്മ ഞങ്ങളെ വളർത്തിയോ? അതെ, നല്ല രീതി കാണിച്ചു തന്നോ? അമ്മ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തന്നോ? എന്താ അമ്മ ചെയ്തു തന്നിട്ടുള്ളത്? ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ എനിക്കൊന്നും അമ്മ ചെയ്തു തന്നിട്ടില്ല. അമ്മ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? നിനക്കൊക്കെ ഇതൊക്കെ പറയൂലടി. നിനക്കൊക്കെ അവള് ഓരോന്ന് പറഞ്ഞ് മനസ്സിൽ നിന്റെയൊക്കെ കയറ്റി വെച്ചേക്ക. അതിൻ്റെയൊക്കെയാണ് നീ എന്നോട് കാണിക്കണേ. നിനക്ക് നിന്റെ അച്ഛൻ പറയണാണല്ലോ വേദവാക്യം. ആയിക്കോട്ടെ, അച്ഛനും മക്കളും കൂടെ ചേർന്ന് ഈ വൈജയന്തിയെ തോപ്പിക്കാന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല. അതിന് ഇനി നീയൊക്കെ ഒന്നേന്ന് ജനിക്കണം ബാലചന്ദ്രന് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജയന്തി പറയണം. ഇതും കൂടെ എല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബബിതയ്ക്കും കൃഷ്ണമോക്കും വല്ലാത്തൊരു മാനസികാവസ്ഥ കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മയുടെ ഈ ഒരു ടോർച്ചറിങ്ങും ഒരു ഡിപ്രഷൻ അടിക്കുന്ന മൈൻഡും എല്ലാം കൂടെ കൊണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയാ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല അവർക്ക്. അങ്ങനെ വൈജയന്തി അവരെ പ്രൂർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ പുളിക്കത്തറവാട്ടിൽ വലിയ ചർച്ചയാണ് നടക്കണത്. കാരണം അലീനയെ എങ്ങനെയെങ്കിലും തുരത്തണം. കണ്ടാലറിയാം അവള് നമ്മുടെ സ്റ്റാൻലിയുടെ മകള് തന്നെയാ. നമ്മുടെ റീത്താമ്മ പറയുന്നുണ്ട്. കാരണം സ്റ്റാൻലിയുടെ അമ്മച്ചി ചിന്നമ്മയുടെ അതേ മുഖച്ചായ. അതുകൊണ്ട് മകളല്ല എന്നുള്ളതിന് ഒരു തെളിവും ഇനി വേണ്ട, മകള് തന്നെ. കാരണം തനി പകർപ്പ എന്ന് റീത്താമ്മ പറയുന്നുണ്ട്. ഇതങ്ങനെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല. അങ്ങനെ അച്ഛൻ കുഞ്ഞും സേവ്യറും ശ്രീപിന്നെ അവരെല്ലാരും കൂടെ ചേർന്നിട്ട്, 4 ആങ്ങളമാരുണ്ടല്ലോ, ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇനി അങ്ങോട്ട്, അതായത് കുളത്തൂപ്പുഴയ്ക്ക് സ്റ്റാൻലിയുടെ അടുത്തോട്ട്
വീട്ടിലോട്ട് ചെല്ലണം. അങ്ങനെ ഇങ്ങനെ വിട്ട് കളഞ്ഞാൽ പറ്റില്ലല്ലോ. ഞങ്ങളുടെ പെങ്ങൾ എൽസമ്മയ്ക്കും മക്കൾക്കും അനുഭവിക്കേണ്ട സ്വത്ത് എവിടെയോ കിടന്ന ഒരുത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വരെയാണ്. ഞാൻ പപ്പയുടെ മകളാണ്, അങ്ങനെ അംഗീകരിച്ചൊരു ഇതെന്നാ വെള്ളരിക്കപ്പെട്ടണം. അങ്ങനെ റീത്താമ്മയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു മീറ്റിംഗ് തന്നെ അവിടെ നടക്കുകയാണ്. ഇത് പാവം നമ്മുടെ അലീന അറിയുന്നുണ്ടോ? പാവം ഒന്നും അറിയണതുമില്ല. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ റീത്താമ്മ ഇത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. എവന്റെ വീട്ടിൽ നമുക്കൊന്ന് അറിയണമല്ലോ, ഈ സ്റ്റാൻലിയുടെ. അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് വിളിക്കുകയാണ്. എവിടെ? പുനലൂർക്ക്. അവിടെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം നമ്മുടെ റോബർട്ടാ. റോബർട്ടിനോട് റീത്താമ്മ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ സ്റ്റാൻലി ഇപ്പൊ ഒരുത്തിയെ കൊണ്ട് വീട്ടിൽ നിർത്തിയിട്ടുണ്ട്, അല്ലാതെ എന്താ ഏതാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളുടെ എൽസമ്മയുടെയും മക്കളുടെയും അനുഭവിക്കേണ്ട സ്വത്തുക്കളൊക്കെ കൊണ്ടുപോകാൻ വന്നവളാണോ, അതോ നിങ്ങളെ അറിവോടുകൂടി വന്നതാണോ? അപ്പൊ റോബർട്ട് പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല. അപ്പച്ച അവളെ ഇറക്കാന്നും പറഞ്ഞ് പോയിട്ട് അപ്പച്ച അവളെ ഇറക്കാണ്ട് തിരിച്ചു വന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെയൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ റോബർട്ട് റീത്താമ്മക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, റോബർട്ട് നേരെ ചെന്നിട്ട് അവതക്കുട്ടിച്ചായനുമായിട്ട്, അപ്പച്ച അതെ അവിടുന്ന് നമ്മുടെ പുളിയറയ്ക്കൽ തറവാട്ടിൽ നിന്ന് റീത്താമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ പോയിട്ട് അവളെ ഇറക്കാനും പറ്റിയില്ല, നാണം കെട്ട് വരികയും ചെയ്തു. ഞാൻ നാണം കെട്ട് വന്നോ? അവളെ ഇറക്കി വിടേണ്ട കാര്യം എന്തുവാടാ റോബർട്ട്? അതെ, അപ്പച്ചന് നാണോ മാനൊന്നും ഇല്ലായിരിക്കും, എനിക്കും ആൽബിച്ചായനും അങ്ങനെയല്ല. ഞങ്ങൾക്ക് നാണമുണ്ടേ, നമുക്ക് സമുദായത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ളതാ. ലാലിച്ചനൊരു മോളുണ്ടെന്ന് അവിഹിത ബന്ധം ഉണ്ടെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞാലേ ചിരിച്ചാലേ അതിന്റെ കുറവ് ഞങ്ങൾക്കാ. എടാ ഓയ്, നീ ഒരു 10 മിനിറ്റ് അവളെ മുമ്പിൽ പോയി നില്ല്. അതെ, തനി നമ്മുടെ ചിന്നമ്മയാ. ചിന്നമ്മ. അപ്പച്ചന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങോട്ട് പോയോ? ഈ സമയം ആൽബിച്ചനും വരെയാണ്. അപ്പൊ ആൽബർട്ടും റോബർട്ടും കൂടെ ഇതിനെക്കുറിച്ച് അപ്പച്ചന്റെ അടുത്ത് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പച്ച എന്തിനവിടെ പോയി, എന്നിട്ട് ഇറക്കി വിടാത്ത എന്ന, അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ. അപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചായൻ പറഞ്ഞതേ, കാര്യം പണ്ട് 22 വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാൻലി എൻ്റെ കൂടെ, നമ്മുടെ ലാലിച്ചൻ എൻ്റെ കൂടെ വന്ന് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും ഞങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമൊക്കെ ആണെന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അന്നത്തെ എൻ്റെ പ്രൗഢിയും ആ ഒരു രീതിയൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു, അതെ, ഒരു ഹിന്ദു പെണ്ണിനെ നമ്മുടെ സമുദായത്തിൽ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ബന്ധം നീ അങ്ങ് വേണ്ടെന്ന് വെച്ചിരെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ചെയ്ത തെറ്റാണ് ഇന്ന് ഈ കൊച്ച്, അതായത് ഈ അലീന, ആ സ്റ്റാൻലിയുടെ മകള് 20 വർഷത്തോളം അത് ഒരു അനാഥാലയത്തിൽ കഴിഞ്ഞത്, 10-22 വർഷത്തോളം കഴിയേണ്ടി വന്നു. അതിന്റെ ഉത്തരവാദി ഞാനും കൂടെയാണ് എന്നൊക്കെ നമ്മുടെ കുട്ടിച്ചായൻ പറയുന്നത്. അപ്പൊ റോബർട്ട് ചോദിച്ചു, അനാഥാലയത്തിലോ? അപ്പൊ അവിടെ നിന്നാണോ ഈ ചായൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്? അവിടെ നിന്ന് മറ്റൊന്നുമല്ല, ആ അനാഥാലയത്തിൽ നിന്ന് അവളൊരു വീട്ടിലായിരുന്നു, ഒരു വലിയ വീട്ടില്. അവിടെ വീട്ടുജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്നു. എടാ, നമ്മുടെ കുടുംബത്തെ നമ്മുടെ ചോരയാടാ. ആ കുട്ടിക്ക് ആരും ഇല്ലാന്നൊരു തോന്നല്. നീയേ ഒന്ന് പോയി നിങ്ങൾ രണ്ടുപേരും കൂടെ അവളെ പോയി ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഈ അപ്പച്ചൻ പറയണേല് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാവൂന്ന് പറയണ. അങ്ങനെ അവര് ഇതിനെക്കുറിച്ച് നമ്മുടെ അലീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. എന്തായാലും റോബർട്ടും ആൽബർട്ടും ഒരു കാര്യം തീരുമാനിച്ചു, അപ്പച്ചൻ പറയണ കേട്ട് ഞങ്ങൾക്ക് ചുരുണ്ടും മൂടി ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ കുട്ടിച്ചായൻ പറഞ്ഞു, നിനക്കൊക്കെ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ ലാലിച്ചന്റെ മുമ്പിൽ പോയി നിന്ന് പറയടാ. അതെ, കാര്യം ലാലിച്ചനെ ഞങ്ങൾക്ക് പേടിയൊക്കെയാണ്, പക്ഷെ ഇത് ലാലിച്ചന്റെ നാണം കെടുത്തണ കേസ്, അതുകൊണ്ട് ലാലിച്ചൻ ഞങ്ങളെ കൂടെ അധികം ഇങ്ങോട്ടേക്ക് ശബ്ദിക്കാൻ വരില്ല എന്നാണ് ആൽബിച്ചന്റെ അഭിപ്രായം. എന്നാ നീയൊക്കെ ഒന്ന് പോയി ചെയ്തു നോക്ക്, അവളെ ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഇറക്കി വിട് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവതക്കൂട്ടിച്ച ഒരു ചിരിയും കൊടുത്തു. ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ മനുശങ്കറെ ഒന്ന് വിളിക്കുകയാണ്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന അനിയത്തിയെ കണ്ട കാര്യമൊക്കെ പറയാണ്. അതായത് പുളിക്കത്തറവാട്ടിൽ നിന്ന് അമ്മയുടെ ചേട്ടത്തി റീത്താമ്മയും അനിയത്തിയും വന്നു. ടെൽസ എന്ന അവളുടെ പേര്. നമ്മുടെ ചെറിയ കുട്ടിയാണ്, എന്ന് വെച്ചാൽ മീൻസ് ഒരു 10-14 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷെ അവൾക്ക് എന്തോ സുഖമില്ല എന്ന് തോന്നുന്നു. അപ്പം മനു ചോദിച്ചു, നീ അവളോട് സംസാരിച്ചോ? ഇല്ല മനോട്ട, സംസാരിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അവര് വന്നു ഡോറ് തുറന്ന് എന്നെ ഒന്ന് നോക്കി ഒരു വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ട് പോയി. അപ്പൊ മനു പറഞ്ഞു, ഇനിയിപ്പൊ അടുത്ത ഊഴം നിനക്കുണ്ടാവോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ പപ്പ പറയുന്നതിനപ്പുറം ഒരു ഇല പോലും അനങ്ങില്ല. അതിപ്പോ ഇനി എത്ര കൊമ്പത്ത് നിന്ന് പറഞ്ഞവരാണെങ്കിലും ശരി, ആ ഒരു ധൈര്യം. പിന്നെ നമ്മുടെ അവതക്കുട്ടിച്ചായൻ, എന്റെ വല്യപ്പച്ചനും ഇല്ലേ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ? അതെ, ഇതൊന്നോർത്ത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ നിന്നെ അവിടെ നിറക്കി വിട്ടാലും ഈ മനുവേട്ടൻ അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞെത്തില്ലേ, ഒരു മിന്നും കെട്ടി ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോരും.
അത് കേട്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലൊരു ചിരിയൊക്കെ വന്നു കേട്ടോ. അലീന അത് പ്രകടിപ്പിക്കാനൊന്നും നിന്നില്ല. എന്റെ മനു പറഞ്ഞു, അതെ എന്റെ പെണ്ണിന് ആരും ഇല്ലാന്നൊരു തോന്നൽ വേണ്ടാന്ന് ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഈ മനുവേട്ടനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, അലീന മനസ്സിൽ ഓർത്തു, അതായത് മനുവേട്ടൻ പറഞ്ഞത് ശരിക്കും ശരി തന്നെയാണ്. കാരണം അന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരാനും എൻ്റെ ഫുൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും അച്ഛനോടൊപ്പം മനുവേട്ടനും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് എത്ര വിഷമം വന്നിട്ടും അന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണ സമയത്തും എനിക്ക് കൂടെ എന്തിനും ഏതിനും ഉണ്ടായിരുന്നത് മനുവേട്ടനാണ്. ആ ഒരു ഒരു മനോധൈര്യം, മനുവേട്ടനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ധൈര്യം, അതെനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അത് ശരി തന്നെയാണ്. അപ്പൊ അലീനയ്ക്ക് ഒരു ഉറപ്പുണ്ട്, തനിക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് എന്ത് വന്നാലും അത് നേരിടാൻ തന്നോടൊപ്പം തൻ്റെ മനുവേട്ടൻ ഉണ്ടാകും എന്നുള്ളൊരു തോന്നല് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം വരുന്ന നമ്മുടെ ഇനി നാളത്തെ എപ്പിസോഡിൽ വരുന്ന പ്രൊമോ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ അലീന, നമ്മുടെ റീതാമയും ടീമും ഒരു വൻ സംഘം തന്നെ നമ്മുടെ അലീനയെ കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചുരുട്ടി വളച്ച് ഓടിച്ചു മടക്കി നമ്മുടെ സ്റ്റാൻലി പറപ്പിക്കുന്നുണ്ട് എല്ലാത്തിനെ. അതായത് അലീനെ ഇറക്കി വിടണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു വശത്ത് വൈജയന്തിയുടെ പീഡനം നമ്മുടെ ബബിതയും കൃഷ്ണമോളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം മനസ്സമാധാനം എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അമ്മ വന്നു കഴിഞ്ഞാൽ ഒരു തരം ഒരു എന്താ പറയാ, ഒരു ഡിപ്രഷൻ അടുപ്പിക്കുന്ന രീതിയിലുള്ള വൈജയന്തിയുടെ സംസാരങ്ങൾ, മാനസികമായിട്ട് അവർ തളർന്നു പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് മഴതോരും മുമ്പ് പരമ്പരയിൽ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഈ ആഴ്ചത്തെ മഴതോരും മുമ്പ് പരമ്പരയുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പവിത്രത്തിന്റെ ഫുൾ ഒരു ഇന്നത്തെ 5 പ്രൊമോയും ഞാനൊരു ഇൻട്രോ പോലെ ഇന്ന് ഇപ്പോൾ വൈകിട്ട് ഞാനൊരു 7-7:30 ആയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.